നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഈ ചൂടുകൊണ്ടൊക്കെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ രാവിലെ ഒരു 11 മണി വരെയും ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷവും യാത്ര ചെയ്താൽ നമുക്ക് കുറേ ക്ഷീണത്തിൽ നിന്ന് ഒഴിവാകും. ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് പോണ വെള്ളം എത്രയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് പകുതി ക്ഷീണം മാറിക്കിട്ടും. ഫ്രൂട്ട്സൊക്കെ നമ്മൾ പിന്നെ കുറച്ചൊക്കെ കഴിക്കുമല്ലോ. വാട്ടർ മെലൺ വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സീസണും കൂടിയാണ്. അതിൻ്റെയൊക്കെ ജ്യൂസൊക്കെ കുടിക്കുക. അങ്ങനെ നമുക്ക് ചൂടുന്നൊക്കെ അങ്ങോട്ട് രക്ഷപ്പെടാം. ഇനിയും കിടക്കണേ ഉള്ളൂ. മീനമാസം, മേടമാസം അല്ലേ? ഇടവും പകുതിയല്ലേ മഴ പെയ്യുള്ളൂ. ഒരു ജൂൺ 15 കൂടിയിട്ട് എന്താ കണ്ടിരിക്കണത് ദൈവത്തിന് അറിയാം. ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന്. ഇന്ന് ഞാൻ മനസ്സിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? മനസ്സെന്ന് പറഞ്ഞൊരു മാന്ത്രിക ചെപ്പല്ലേ. അതിൻ്റെ ഉള്ളിൽ എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് പറഞ്ഞെങ്കിൽ തന്നെയല്ലേ അത് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ ഒരാളെ കാണുന്നു, അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മളോട് ചിരിച്ചിട്ടൊക്കെ പെരുമാറും. നിങ്ങൾ തിരിഞ്ഞിട്ട് പിന്നെ നമ്മളെ പറ്റി എന്താണ് പറയണത്, നമ്മളെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? അതാണ് മനസ്സ്. കളിവീട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അതിലൊരു പാട്ടുണ്ട്, മനസ്സ് മാന്ത്രിക കൂട് മായകൾ തൻ കളിവീട് എന്ന്. എന്താ അർത്ഥവത്തായ ഒരു പാട്ടാണ് അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുടെ മായാജാലം തീർക്കണം ഒരു കളിവീടാണ് മനസ്സ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അല്ലേ? ശരിയാണ് പറയണത്. നമ്മളുടെ മനസ്സിൽ നമ്മൾ പല പല സ്വപ്നങ്ങളും കാണും. പക്ഷെ ചിലപ്പോൾ അത് നടക്കില്ല, ചിലപ്പോൾ അത് നടക്കും. പക്ഷെ നടന്നില്ലെങ്കിലും നമ്മുടെ ഒരു ദൃഢനിശ്ചയം എടുക്കണം, അത് ശരിയാവും എന്ന്. അങ്ങനെ ശരിയാവും 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 എന്ന് വിചാരിച്ചാൽ ആ കാര്യം നമുക്ക് ശരിയായിരിക്കും. ബി പോസിറ്റീവ് എന്ന് പറയില്ലേ? എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതേസമയം നമ്മൾ നെഗറ്റീവിനെ മനസ്സിലേക്ക് കൊടുത്താൽ എന്താ? എല്ലാ കാര്യവും മൊത്തത്തിൽ മോശമാവും. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോയി. അത് നമ്മളുടെ മനസ്സിനെയും ഒപ്പം ശരീരത്തിനെയും ബാധിക്കും. രോഗങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് പടി കടന്ന് ഓടി വരും. ബിപിയും ഒക്കെ നമ്മൾ അറിയില്ല നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്നത്. പിന്നെ അതാ നമുക്ക് തലവേദന, തലയിറ്റിൽ ഒക്കെ കണ്ടിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് ആ കാര്യം നമ്മുടെ മനസ്സിനെ പിടികൂടിയിട്ടാ നമുക്ക് ബി കൂടി. അപ്പോൾ നമുക്കതാ ബി വന്നു. പിന്നെ നമ്മളെന്താ മരുന്ന് കഴിക്കുക. അപ്പോൾ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കടക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഞാൻ പറയട്ടെ, ചില ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ വല്ല കല്യാണത്തിന് പോയി, അല്ല എങ്കിൽ വല്ല വീടുകളിലും പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ടായിരിക്കണം വിചാരിക്കുക. നമ്മളുടെ മനസ്സിനെ എങ്ങനെ വേദനിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ അപ്പം അവിടെ എടുത്തിടും അല്ലേ? ചിലപ്പോൾ നമ്മളത് കേട്ടാൽ നമുക്ക് വല്ലാത്ത വിഷമാവും. പിന്നെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്നിരുന്ന് കരയും. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാ അതൊക്കെ മനസ്സിലേക്ക് എടുക്കണേ? നമ്മുടെ ആരുമല്ലല്ലോ. നമ്മളൊന്ന് കണ്ടു, ആ വീട്ടിൽ പോയി ചിരിച്ചു വർത്താനം പറഞ്ഞു ഇങ്ങോട്ട് പോരണം. അതാ അവിടെ ഇട്ടിട്ട് പോരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് മോനോ അല്ലെങ്കിൽ സുനിയേട്ടനോ പറയും. അത് കേൾക്കാൻ പോയിട്ടല്ലേ അവനെന്നെ മനസ്സിങ്ങനെ വേദനിക്കണേ. എന്തിനാ അത് കേൾക്കാൻ പോണത് എന്ന്. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചിരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നല്ല 2-3 വർത്താനം പറഞ്ഞിട്ട് അവരുടെ സംസാരം ഇങ്ങനെ വഴി തെറ്റി വരുന്നുണ്ട് എന്ന് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് സ്കൂട്ടാവണം. അതൊരു നല്ല കാര്യമല്ലേ? അതുപോലെ നമ്മളെ ഫോൺ ചെയ്തിട്ട് ഇതേപോലെ കുത്തി നോവിക്കാനുള്ള വർത്താനമൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫോണിൽ എന്തിനാണ് ഒരു ഓഫ് ബട്ടൺ? അപ്പം നമ്മൾ കട്ട് ചെയ്യണം. അപ്പം പിന്നെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു പോന്നു അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. പിന്നെ അയാളെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവരെ ഒരു പടി ദൂരത്ത് നിർത്തുക. വെറുപ്പിക്കൊന്നും വേണ്ട, ചിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തകൾ അടുപ്പിക്കരുത്. ഞാൻ ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയണത് എത്ര ശരിയല്ലേ? നമ്മളൊരു നുണ മറയ്ക്കാൻ 1000 നുണ പറയേണ്ടി വരില്ലേ? അതേ സമയത്ത് നമ്മൾ ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവിടെ നമുക്ക് നുണ പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആരെയാണ് ഭയക്കണേ? ആരെയും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ കാലത്തുണ്ട് അല്ലേ? അത് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് പറയാനും നല്ല തൻ്റെയിടമുണ്ട്. നല്ല തൻ്റെയിടത്തോടു കൂടി ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും, വേണ്ട പക്വതയോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യും. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല.
അവർക്ക് ഇങ്ങനെ മനസ്സിൽ നെഗറ്റീവ് ചിന്തയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അവരൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിരുന്ന കാലവും ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന കാലവും ഇപ്പോഴത്തെ സ്കൂളിലെ കുട്ടികളൊക്കെ എന്തെന്ത് നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെയാണ് കൊടുക്കണത്. അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്കൂളിലൊക്കെ പോവുക. നമ്മളുടെ കാലത്ത് അതല്ല, ഭയന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളും ടീച്ചർമാരും ഏതാ ടീച്ചർ ഏതാ കുട്ടികളെന്ന് അറിയില്ല. അവർ ഒരുമിച്ച് ഡാൻസ് പാട്ട് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ ധാരാളം കാണാറുണ്ട്. നമുക്ക് തന്നെ അതിശയം തോന്നും. അവരൊക്കെ പഠിക്കുന്നത് വളരെ ആസ്വദിച്ചിട്ടാണ് പഠിക്കുന്നത്. നമ്മളുടെ കാലത്ത് അതല്ല കേട്ടോ. നാളെ ക്വസ്റ്റ്യൻ ചോദിക്കും ട്ടാ എന്ന് പറയും. ടീച്ചറാണെങ്കിലും സാറാണെങ്കിലും പേടിച്ചിട്ടാണ് പോവുക. വലിയ 2 ചൂരലായിട്ട് വരും. പഠിച്ച ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിൽ പറയാൻ പറ്റില്ല, നീട്ട് നിൽക്കാൻ പറയും. എണീറ്റ് എന്നാൽ ബബബ അടിക്കും പേടിച്ചിട്ട്. ഇപ്പം അതല്ല കുട്ടികൾക്ക്. അവർക്ക് പഠിച്ചിട്ടില്ല സാറെന്ന് പറയാനുള്ള ഒരു സാമർഥ്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കുട്ടികളുടെ മനസ്സൊക്കെ വളരെ വികസിച്ച മനസ്സാണ്, നമ്മളെപ്പോലെ പേടിച്ചിട്ടുള്ള മനസ്സല്ല. എൻ്റെ അഭിപ്രായത്തിൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നുള്ള പോലെ തന്നെ മനസ്സും മുഖത്തിൻ്റെ കണ്ണാടിയാണ്. നമ്മളുടെ മുഖത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ചിന്തിച്ചിട്ട് നമ്മളുടെ മനസ്സും അങ്ങനെ അങ്ങോട്ട് പോസിറ്റീവാവും. അങ്ങനെ നമ്മളുടെ ശരീരം മൊത്തത്തിൽ പോസിറ്റീവാവും. അത് നമ്മളുടെ സൗന്ദര്യം കൂട്ടും. വളരെ ശരിയല്ലേ അത്? നല്ല മനസ്സുണ്ടെങ്കിലേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് വളരെ കറക്റ്റ് അല്ലേ? അപ്പം ചില കാര്യങ്ങൾ നമ്മളുടെ പിടിവിട്ട് പോകണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. നല്ല ഫ്രണ്ട്സിനെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ കേട്ടോ. അത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുതരും. അതേ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ വെച്ച് ചിരിച്ച് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരിൽ നിന്ന് ആ കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാവുക. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ വേദന വളരെ കുറയും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഒന്നും പറ്റിയില്ല വിചാരിക്കുക, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ പോരാച്ചാൽ നമുക്ക് അവർ കൗൺസിലിംഗ് തരും. അപ്പോഴും നമ്മളുടെ മനസ്സ് നമുക്ക് ശരിയാക്കാൻ പറ്റും. പിന്നെ നല്ലൊരു തെറാപ്പി നമ്മുടെ കയ്യിലുണ്ടല്ലോ, മ്യൂസിക് തെറാപ്പി. പാട്ടുകൾ കേൾക്കുക, യോഗ നമ്മളുടെ മനസ്സിനെ നല്ലോണം വിഷമങ്ങളൊക്കെ അകറ്റി നിർത്താൻ പറ്റുമെന്നാണ് പറയണത്. അതുപോലെ തന്നെ യാത്ര, പിന്നെന്താ ക്ഷേത്ര ദർശനം, അമ്പലത്തിൽ അവിടെ പോയിട്ട് നാരായണ ഓരോ മതക്കാർക്ക് അവരവരുടേതായിട്ടുള്ള എന്താ വെച്ചാൽ നാമജപങ്ങൾ, അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മനസ്സിന് വളരെ സന്തോഷമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മളെ ഒരിക്കലും മനസ്സ് വേദനിപ്പിക്കാൻ നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു വിഷമവും നമ്മളുടെ മനസ്സിനെ ബാധിക്കില്ല എന്ന്. ദൈവം അതിനുള്ള ഇടം നമുക്ക് വരുത്തില്ല. നമ്മൾക്ക് ടെൻഷൻ വരുന്ന സമയത്തെ അതിന് റിലീഫ് കിട്ടണമെന്ന് വെച്ചാൽ പറ്റിയ ഒരു മാർഗ്ഗമാണ് ബ്രീത്തിങ് എക്സസൈസ്. എനിക്ക് കൊറോണ വരുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കൊറോണ വന്നിട്ട് ഞാൻ മരിക്കേണ്ട ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു, മനസ്സിന് സമാധാനം കിട്ടാനും നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ക്രമം ശരിയാക്കാനും വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ്. അത് നമ്മളുടെ മനസ്സിന് കൂടുതൽ ശക്തി തരുമെന്ന് പറഞ്ഞു, കൂടുതൽ നമ്മളെ സ്ട്രോങ് ആക്കുന്ന. അപ്പോൾ അത് നല്ലൊരു മാർഗ്ഗമാണ് ബ്രീത്തിങ് എക്സസൈസ്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചെയ്യാം. വളരെ നല്ല മാർഗ്ഗമാണ്. അപ്പം നമുക്ക് നല്ല സമാധാനം കിട്ടും മനസ്സിന്. അധികം പറഞ്ഞ് ഞാൻ അങ്ങനെ കാട് കയറുന്നില്ല. ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ എവിടെയും പോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങളോട് അന്ന് ജീവിതത്തിനെ പറ്റി പറഞ്ഞ പോലെ മനസ്സിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞാലോ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ഇന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചാലോ എന്ന്. അപ്പം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താണ്. ഇല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അറിവില്ലായ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, അത്രയേ ഉള്ളൂ. വേറെ വിശേഷമില്ലല്ലോ. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ഇങ്ങനെ വല്ല പുതിയ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.